കൃഷ്ണ ഗുരുവായൂരപ്പ. പുതിയ ഗുരുവായൂർ ദേവസ്ഥത്തിലെ പുതിയ വിജ്ഞാപനം വന്നിട്ടുണ്ട്. 25/7/2025, അതായത് ഇന്നലെ വന്നതാണ്. R1 3194/2025. ഗുരുവായൂർ ക്ഷേത്രത്തിലെ 1/10/2025 മുതൽ 6 മാസത്തേക്ക് മേൽശാന്തിയായി നിയമിക്കപ്പെടുന്നതിന് താഴെ കാണിച്ച യോഗ്യതയുള്ളവരിൽ നിന്നും നിർദ്ദിഷ്ട ഫോറത്തിൽ അപേക്ഷ ക്ഷണിക്കും. അപേക്ഷകർ 1/1/2025 30 വയസ്സ് തികഞ്ഞവരും 60 വയസ്സ് കവിയാത്തവരുമായിരിക്കണം. ശുഗപുരം, പെരുവനം എന്നീ ഗ്രാമങ്ങളിൽ നിന്നുള്ളവരും ഉത്തമമായി കരുതപ്പെടുന്ന നമ്പൂതിരി ഇല്ലങ്ങളിലെ അംഗങ്ങളും അഗ്നിഹോത്രം, ഭട്ടവൃത്തി എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ പ്രാവീണ്യമുള്ളവരും ആയിരിക്കണം. അപേക്ഷാ ഫോറം ലഭിക്കുന്ന തീയതി 26/7/2025 മുതൽ 11/8/2025 5 PM വരെ. ഓഫീസ് പ്രവൃത്തി സമയങ്ങളിൽ പൂരിപ്പിച്ച അപേക്ഷകർ സമർപ്പിക്കേണ്ട അവസാന തീയതി 14/8/2025 വൈകിട്ട് 5 മണി വരെ. അപേക്ഷാ ഫോറം 200 + 36, അതായത് GST അടക്കം 236 രൂപ നിരക്കിൽ ദേവസ്വം ഓഫീസിൽ നിന്നും മേൽപ്പറഞ്ഞ തീയതികളിൽ പ്രവൃത്തി സമയങ്ങളിൽ ഓഫീസിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്നതാണ്. അപേക്ഷാ ഫോറം തപാലിൽ ലഭിക്കുന്നതില്ല. പൂരിപ്പിച്ച അപേക്ഷകർ ദേവസ്വം ഓഫീസിൽ പ്രവൃത്തി സമയങ്ങളിൽ നേരിട്ട് നൽകുകയോ അഡ്മിനിസ്ട്രേറ്റർ, ഗുരുവായൂർ ദേവസ്വം, ഗുരുവായൂർ 680101 എന്ന മേൽവിലാസത്തിൽ തപാലിലോ അയക്കാവുന്നതാണ്. ദേവസ്വത്തിൽ നിന്ന് നൽകുന്ന നിർദ്ദിഷ്ട ഫോറത്തിലല്ലാത്തതും ആവശ്യമായ യോഗ്യതകളില്ലാത്തതും ജാതി, വയസ്സ് തുടങ്ങിയവയും മതിയായ രേഖകളില്ലാത്തതും അപൂർണവും യഥാസ്ഥാനത്ത് ഫോട്ടോ പതിക്കാത്തതും നിശ്ചിത സമയത്തിന് ശേഷം ലഭിക്കുന്നതുമായ അപേക്ഷകർ നിരുപാധികം നിരസിക്കുന്നതായിരിക്കും. വിജ്ഞാപനം സംബന്ധിച്ച വിശദ വിവരങ്ങൾ ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ നേരിട്ടോ അല്ലെങ്കിൽ 0487-255-56335 എന്ന നമ്പറിൽ ടെലിഫോൺ മുഖേനയോ www.guruvayurdevaswam.in എന്ന വെബ്സൈറ്റിലോ നോക്കിയാൽ അറിയാവുന്നതാണ്. ഇതാണ് പുതിയ ഉത്തരവാണ്. പുതിയതായിട്ട്, അതായത് മേൽശാന്തി ആവാൻ ഗുരുവായൂരപ്പൻ്റെ അമ്മയുടെ സ്ഥാനം അലങ്കരിക്കുന്ന ആ പദവി, ഗുരുവായൂരപ്പന് 6 മാസം സ്വന്തം മകനെ പോലെ പരിപാലിക്കാൻ പറ്റുന്ന ആ ഒരു അവസ്ഥ വരാനുള്ള ആർക്കാണ് ആ ഭാഗ്യവാൻ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള അതിലേക്കുള്ള അപേക്ഷകളാണ്. അപ്പോൾ ഇന്നലെ വന്നു, ഇന്ന് മുതൽ ഓഫീസിൽ നേരിട്ട് കൊടുക്കൽ തുടങ്ങിയിട്ടുണ്ട് അപേക്ഷകർ. അപ്പോൾ ആർക്കാണ് ആ ഭാഗ്യം, എന്താ പറയുക, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗ്യം എന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും അതിന് പറ്റുന്ന ആളുകളൊക്കെ അതിന് ശ്രമിക്കുക. ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം ലഭിക്കുന്ന ആളുകൾക്ക് മേൽശാന്തി ആയിട്ട് അവിടെ 6 മാസം നിൽക്കാൻ കഴിയും. അപ്പോൾ അതിന് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവും. എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. ആരാണ് അടുത്ത ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി എന്നറിയാൻ വേണ്ടി നമുക്കും കാത്തിരിക്കാം. ഹരേ കൃഷ്ണ.